പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നത് നമ്മൾക്ക് കൂടി വേണ്ടിയാണ്. പ്രവാചകൻ പറഞ്ഞു, വല്ലാഹി അല്ലാഹുവാണേ സത്യം, മദ്ദുനിയ ഫിൽ ആഖിറ, ദുനിയാവും ആഖിറവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ വ്യത്യാസം, ഇല്ലാ മസലുമാ യജ്അലു അഹദുക്കും ഉസ്ബഅഹു ഫിൽ യം, ഏതെങ്കിലും ഒരാൾ ഒരു കടലിലേക്ക് തൻ്റെ കൈവിരൽ ഇങ്ങനെ മുക്കുകയാണ്. അങ്ങനെ മുക്കി അത് പുറത്തേക്കെടുക്കുന്നു. സ്വാഭാവികമായി കൈവിരലുകൾ കടലിൽ നിന്ന് അതിൽ മുക്കി പുറത്തേക്കെടുത്താൽ അതിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇങ്ങനെ താഴേക്ക് വീഴും. ഫൽയൻളുർ ബിമാ യർജിഅ, അങ്ങനെ അവസാനമായി വീഴുന്ന അവസാനത്തെ വെള്ളത്തുള്ളി ഉണ്ടല്ലോ, കയ്യിൽ ബാക്കിയായി അവസാനമായി വീഴുന്ന വെള്ളത്തുള്ളി ഉണ്ടല്ലോ, അതാണ് ദുനിയാവ് എന്നത്. സഹാബാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വെള്ളത്തുള്ളികൾക്ക് സമാനമായ ആ സമുദ്രമുണ്ടല്ലോ, അതാണ് ദുനിയാവിനെ അപേക്ഷിച്ച് പരലോകം എന്നും നിങ്ങൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തന്നത്? വിശ്വാസികളെ, നമ്മൾ ഈ ജീവിക്കുന്ന ദുനിയാവ് ഒരു ചെറിയ വെള്ളത്തുള്ളിക്ക് സമാനമാണ് അള്ളാഹുവിന്റെ പക്കൽ. അത് ഈ ദുനിയാവിലെ ഡ്യൂറേഷൻ ആകാം, അള്ളാഹു ഈ ദുനിയാവിൽ നൽകിയ സുഖസൗകര്യങ്ങളാകാം, ഇവിടുത്തെ നമ്മുടെ ജീവിതത്തിന്റെ സൗകര്യങ്ങളൊക്കെ ആകാം. എന്നാൽ ഈ 10-70 കൊല്ലത്തെ ജീവിതം ഈ ഒരു വെള്ളത്തുള്ളിയാണെങ്കിൽ മരിച്ചതിനു ശേഷം അള്ളാഹു ഒരുക്കുന്നത് കോടാനുകോടി വെള്ളത്തുള്ളികൾ കൊണ്ട് നിറഞ്ഞ സമുദ്രത്തിന് സമാനമാണ് സ്വർഗം. അള്ളാഹു ഒരുക്കുന്ന സുഖാഡംബരങ്ങൾ, പരലോകത്തിന്റെ ഡ്യൂറേഷൻ എല്ലാം ഇത്ര വ്യത്യാസമുണ്ട്. ഇതെന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തരുന്നത്? വിശ്വാസികളോടാണ് അത് പറഞ്ഞത്. എന്തിനാണ്? വിശ്വാസികളായ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നത്, നമ്മുടെ അങ്ങാടി, നമ്മുടെ ജില്ല, നമ്മുടെ നാട്, നമ്മൾ ജീവിക്കുന്നത് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സഹോദരങ്ങളല്ലാത്ത ആളുകളുടെ കൂടെയാണ്. പരലോകത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവരുടെ കൂടെയാണ്. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് അറിയാത്തവരുടെ കൂടെയാണ്. നമ്മൾ അവരുടെ കൂടെയാണ് പഠിക്കുന്നത്, ജീവിക്കുന്നത്, കല്യാണം കഴിക്കുന്നത്, യാത്ര ചെയ്യുന്നത്, കച്ചവടം ചെയ്യുന്നത്, വീടുണ്ടാക്കുന്നത്, ഒക്കെ അവരുടെ കൂടെയാണ്. വിശ്വാസികളെ, അവരുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിലും അവരെ പോലെ ആകരുത് നമ്മുടെ കാഴ്ചപ്പാട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവരെ പോലെ ആകരുത്. മറിച്ച് നമ്മൾക്ക് ഏറ്റവും പ്രധാനം പരലോകത്തെക്കുറിച്ചുള്ളതാകണം. അത് നമ്മൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഇത് ബോധ്യപ്പെടുത്താനാണ് പ്രവാചകൻ ഈ വ്യത്യാസം പഠിപ്പിച്ചെന്ന് ഞാൻ നമ്മളോട് പറയാൻ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മളെ കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ബാപ്പ ഉണ്ടാകാം, ഉമ്മ ഉണ്ടാകാം, നമ്മൾക്ക് പ്രിയപ്പെട്ട പലരും ഉണ്ടാകാം. ഒരു 2 സെക്കൻഡ് അവരെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അവരിപ്പോൾ എവിടെയാണ്? നമ്മളിൽ നിന്ന് പ്രിയപ്പെട്ടവരായി നമ്മുടെ കൂടെ ജീവിച്ച് നമ്മുടെ മഹല്ലിൽ സൊഫിൽ നിന്ന പലരും, നമ്മളെ സഹായിച്ചവർ, കഷ്ടപ്പാടിന്റെ സമയത്ത് താങ്ങി നിന്നവർ, അവരിപ്പോൾ എവിടെയാണ്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, അവർ മണ്ണിനടിയിലാണ്. ഏത് മണ്ണിൽ? നമ്മൾ നടക്കുന്ന ചെരുപ്പിന്റെ താഴെയുള്ള മണ്ണിനടിയിലാണ് അവർ ഇപ്പോൾ. നമ്മൾ ഈ ഖുത്ബ പറയുന്ന ഈ സമയത്ത് നമ്മുടെ ബാപ്പയും ഉമ്മയും എളാപ്പയും മൂത്താപ്പയും നമ്മളുടെ പ്രിയപ്പെട്ട പലരും മണ്ണിനടിയിലാണ്. 4 ചക്ര വീലുള്ള അല്ലെങ്കിൽ 2 ചക്രത്തിലുള്ള വാഹനത്തിൽ പോകുന്ന ഈ മണ്ണിന്റെ താഴെയാണ്. നമ്മൾ നമ്മളുടെ കുടുംബത്തിന്റെ കൂടെ നടന്നു പോകുന്ന മണ്ണിന്റെ, നമ്മൾ നമ്മുടെ താമസിക്കാൻ വേണ്ടി തറകെട്ടിയ മണ്ണിന്റെ താഴെയാണ് അവർ. ഉറപ്പല്ലേ? ആണ്. അവർ ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നുണ്ടാവുക? നമ്മളിൽ നിന്ന് മരിച്ചുപോയവർ ഇന്ന് ഈ സമയത്ത് എന്താണ് അനുഭവിക്കുന്നുണ്ടാകുക? 2 അനുഭവമായിരിക്കും ഉണ്ടാകുക. 2 ഒന്നുകിൽ വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗത്തിന്റെ ഒരു കവാടം അവരുടെ ഖബറിലേക്ക് തുറന്നു വെച്ചിട്ടുണ്ടാകും.
അവർ സന്തോഷിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ സത്യനിഷേധികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച കഠിനമായ നരകത്തിന്റെ ഒരു കവാടം അവരുടെ ഖബറിലേക്ക് തുറന്നു വെച്ചിട്ടുണ്ടാകും. അതിന്റെ അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ അവർ ഞെരിഞ്ഞമരുന്നുണ്ടാകും. ഉറപ്പല്ലേ? 100% ഉറപ്പാണ്. ഈ രണ്ടിലൊരു അനുഭവം നമ്മുടെ ബാപ്പ അനുഭവിക്കുന്നുണ്ടാകും, ഉമ്മ അനുഭവിക്കുന്നുണ്ടാകും, വെല്ലിപ്പ അനുഭവിക്കുന്നുണ്ടാകും, നമ്മൾ ഇന്ന് പ്രിയപ്പെട്ടവരായി മരിച്ചുപോയവർ ഈ രണ്ടിലൊരു അനുഭവം 100% അനുഭവിക്കുന്നുണ്ടാവും. ശരി, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അനുഭവിക്കുന്നത്? എന്താണ് അവർ ഖബറിലേക്ക് എത്തിയതിനു ശേഷം, മണ്ണിനടിയിലേക്ക് എത്തിയതിനു ശേഷം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മലക്കുകൾ അവരോട് എന്ത് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സന്തോഷവും സന്താപവും തീരുമാനിക്കുന്നത്? എടാ നീ മുഹമ്മദേ, അബ്ദുൽ ഖാദറെ, മജീദെ, നീ മരിച്ചു വന്നപ്പോഴേക്കും നിന്റെ 4 കുട്ടികളുടെയും കല്യാണം നീ നടത്തി എല്ലാം തീരുമാനമാക്കി പോന്നില്ലേ എന്നതാണോ ഖബറിലെ ചോദ്യം? മൈമൂന, ആയിഷ, ഫാത്തിമ, നീ വന്നപ്പോഴേക്കും നിന്റെ കുട്ടികൾക്കൊക്കെ ജോലി ശരിയാക്കി കുടുംബത്തിന്റെ അഭിമാനമൊക്കെ കാത്ത് അപമാനപ്പെടുത്താതെ തറവാട് നിലനിർത്തി സംഭവമാക്കി വാടക വീട്ടിൽ നിന്ന് സ്വന്തമായൊരു വീട്ടിലേക്ക് താമസം മാറ്റി എല്ലാം സെറ്റായി വന്നതാണോ നീ എന്നതാണോ ഖബറിലെ ചോദ്യം? അല്ല, 100% അല്ല. പിന്നെ എന്താണ്? അള്ളാഹുവിനെ കുറിച്ചാണ് ചോദ്യം, പ്രവാചകനെ കുറിച്ചാണ് ചോദ്യം, ഇസ്ലാമിനെ കുറിച്ചാണ് ചോദ്യം, ഖുർആനിനെ കുറിച്ചാണ് ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് ജീവിതം കൊണ്ട് അല്ല പറഞ്ഞ പോലെ ജീവിച്ചിട്ടുണ്ടോ അവർക്ക് അല്ലാഹു സ്വർഗത്തിന്റെ കവാടം തുറന്നുകൊടുത്ത് സ്വർഗത്തിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ച് അത് കേട്ട നിമിഷം മലക്കുകളോടും അള്ളാഹുവിനോടും ഉറക്കെ സന്തോഷം കൊണ്ട് കരഞ്ഞ് യാ റബ്ബി അഖ്മിസ്സാ, അല്ലാഹുവേ അന്ത്യനാളെന്ന് പെട്ടെന്ന് കൊണ്ടുവരേണമേ, ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, എന്റെ കുടുംബത്തെയും എന്റെ സമ്പത്തിനെയും തിരിച്ചു കിട്ടുന്ന ഒരു സ്വർഗത്തിലേക്ക് പെട്ടെന്നാക്കേണമേ, അന്ത്യനാൾ കൊണ്ടുവരേണമേ എന്ന് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ജീവിതം കൊണ്ട് തെളിയിച്ചവർ ഇന്ന് ഖബറിൽ കടന്ന് പറയുന്നുണ്ടാവും, പടച്ചോനെ അന്ത്യനാൾ പെട്ടെന്ന് എത്തേണമേ, എന്റെ കുടുംബക്കാരെ വീണ്ടും കാണണമേ, എന്റെ നാട്ടുകാരെ വീണ്ടും കാണാൻ അവസരമുണ്ടാകണമേ. അവർ സന്തോഷത്തിലാണ്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച്, ദീനിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തിരക്ക് കൊണ്ട്, അശ്രദ്ധ കൊണ്ട്, ജീവിതത്തിൽ ബോധപൂർവമായോ അല്ലാതെയോ അതിനെ മറന്നതുകൊണ്ട്, മുസ്ലിമായി ജീവിച്ചിട്ടും അതിനെ തിരസ്കരിച്ചതുകൊണ്ട് പരലോകത്ത് ഖബറിൽ മണ്ണിനടിയിൽ ഉത്തരം കിട്ടാത്ത ഒരാൾക്ക് ലോകത്ത് ഇന്ന് അയാൾ ഉണ്ടാവുക അങ്ങേയറ്റത്തെ വേദനയാണ്, സങ്കടമാണ്, ഖേദമാണ്, നിലവിളിക്കുന്നുണ്ടാകും, ആർത്തട്ടഹസിക്കുന്നുണ്ടാകും, അള്ളാഹുവിനോട് കെഞ്ചുന്നുണ്ടാകും, തിരിച്ചു വരാൻ കേഴുന്നുണ്ടാകും, നാഥാ ഇനി ആവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ടാകും, ഒരവസരം കൂടി തരണമേ എന്ന് പറയുന്നുണ്ടാകും. യാ റബ്ബി ലാ തുഖ്മിസ്സാ, അല്ലാഹുവേ ഈ ഖബർ പോലും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല, പടച്ചോനെ പരലോകത്ത് നീ കൊണ്ടുവരല്ലേ എന്ന് അള്ളാഹുവിനോട് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും കേണ് നാഥനോട് യാചിക്കുന്നുണ്ടാകും. സഹോദരങ്ങളെ, എന്തടിസ്ഥാനത്തിലാണ് യാചന? എന്തടിസ്ഥാനത്തിലാണ് സന്തോഷം? എന്തടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. നമ്മുടെ മാതാപിതാക്കൾ ഇന്ന് അനുഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്, അനുഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചല്ല. ഇന്ന് മണ്ണിനടിയിൽ ഈ ദിവസം അനുഭവിക്കുന്നതിനെ കുറിച്ചാണ്. രണ്ടിലൊന്നായിരിക്കും. ഒന്നുകിൽ അള്ളാഹുവിനോട് സന്തോഷം കൊണ്ട് കരയുന്നുണ്ടാകും, അല്ലെങ്കിൽ നാഥാ ജീവിതം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ് വിലപിക്കുന്നുണ്ടാകും. സഹോദരങ്ങളെ, എന്തടിസ്ഥാനത്തിലാണ്? ദുനിയാവിലെ സമ്പത്തല്ല, വീട് പൂർത്തിയാക്കിയിട്ട് മരിച്ചുപോയതിന്റെ അടിസ്ഥാനത്തിലല്ല, മക്കളെ മുഴുവൻ കല്യാണം കഴിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല, കുട്ടിയാക്കൾ മുഴുവൻ ജോലി വാങ്ങിക്കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ല, പറമ്പ് വാങ്ങി ഒന്നുമല്ല. പിന്നെ അല്ല ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതിനിടക്ക് പട്ടിണി ഉണ്ടാവും, അതിന്റെ ഇടക്ക് പട്ടിണി പോവും, അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ വാടക വീട് ഉണ്ടാവും, അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ വാടക വീട് ശരിയാവും, അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ആശുപത്രി കേസ് ഉണ്ടാവും, അതിനിടയ്ക്ക് ആശുപത്രി കേസ് മാറി. ഇതൊന്നും നമ്മുടെ ലക്ഷ്യത്തെ മാറ്റേണ്ട കാര്യമേ അല്ലായിരുന്നു. അത് അധ്വാനിച്ചവന് സന്തോഷം ഉണ്ടാവും, ഇല്ലെങ്കിലോ ദുഃഖിക്കേണ്ടി വരും. ഇനി ലളിതമായി നമ്മളോട് ചോദിക്കാൻ, നമ്മളിപ്പോ എവിടെയാണ്? നമ്മളിപ്പം മണ്ണിന്റെ മുകളിലാണ് തൽക്കാലത്തേക്ക്.
നമ്മളിപ്പോ മണ്ണിന്റെ മുകളിലാണ്. മണ്ണിന്റെ മുകളിൽ ഇന്നല്ലെങ്കിൽ നാളെ അതേപോലെ താഴേക്ക് പോകേണ്ടവരല്ലേ? ആണ്. ഇന്നല്ലെങ്കിൽ നാളെ കിടന്ന് എഴുന്നേക്കുമ്പോ വുളുവെടുക്കുന്ന സമയത്ത്, മുഖം കഴുകുന്ന സമയത്ത് താഴേക്കൊഴുകുന്ന വെള്ളത്തിൽ ബ്ലഡിന്റെ ചെറിയൊരു കണ്ടന്റ് കണ്ടിട്ട് മൂക്കൊന്ന് അമർത്തിപ്പിഴിഞ്ഞ് കയ്യിലേക്ക് ബ്ലഡ് ഒഴുകി വന്നാൽ മണ്ണിന്റെ അടിയിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. വീടിന്റെ മുകളിലുള്ള മാറാല തട്ടാൻ വേണ്ടി ഏണി വെച്ച് കയറുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു വരി പൊട്ടുകയോ കാല് താഴേക്ക് തെന്നി വീഴുകയോ ചെയ്താൽ മണ്ണിന്റെ അടിയിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. ഗ്യാസിന്റെ ഏതെങ്കിലും ഒരു പമ്പിന് ചെറിയൊരു ദ്വാരമുണ്ടായി അറിയാതെ ഗ്യാസ് സിലിണ്ടറിന്റെ അടുക്കൽ പോയി തീ ഒന്ന് മൂട്ടുമ്പോഴേക്കും ആളിപ്പടർന്ന് തീ കത്തി മണ്ണിന്റെ അടിയിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. ബാപ്പാന്റെ കൂടെ, ഉമ്മാന്റെ കൂടെ ഇന്ന് നമ്മൾ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെ കൂടെ മണ്ണിന്റെ അടിയിലേക്ക് പോകേണ്ടവരാണ് ഞാനും നിങ്ങളും. ശരി, നമ്മളും ഈ രണ്ടിലൊരവസ്ഥയിൽ 100% നമ്മൾ അനുഭവിക്കും. ഒന്നുകിൽ അല്ലാഹുവേ പരലോകം എളുപ്പമാക്കണമേ എന്ന് പ്രാർത്ഥിക്കും, അല്ലാഹുവേ പരലോകത്തേക്ക് എത്തിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കും, അല്ലാഹുവേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചതിന് നാഥാ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയും. അല്ലാഹുവേ ഈ സങ്കടം പോലും സഹിക്കാൻ കഴിയില്ല, പരലോകത്തെ കൊണ്ടുപോകല്ലേ എന്ന് വിലപിക്കും. നമ്മൾക്കും ഇതേ അനുഭവമായിരിക്കും സഹോദരങ്ങളെ. എങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ കുറിച്ച് ആലോചിക്കുക. നമ്മൾ ഇതിലേത് വിഭാഗത്തിലാണ് പെടുക? കാരണം അല്ലാഹ് ഇപ്പോൾ നമ്മളെ മണ്ണിനടിയിലേക്ക് എത്തിച്ചിട്ടില്ല. ഇല്ല, മണ്ണിന്റെ മുകളിൽ ബാക്കിയാക്കി എന്നെയും നിങ്ങളെയും അവൻ തന്ന വലിയ അനുഗ്രഹമാണ്. എന്തിനറിയോ? ആലോചിക്കാൻ. ബാപ്പ പോയിട്ട് എന്തേ ഇവിടെ സംഭവിച്ചത്? ഉമ്മ പോയിട്ട് എന്തേ ഇവിടെ സംഭവിച്ചത്? രാഷ്ട്രീയത്തിലെ വലിയ നേതാക്കന്മാർ പോയിട്ട് അത് നമ്മൾ എളാപ്പയായിട്ട് മൂത്താപ്പയായിട്ട് അവരുടെ ചരമവാർഷികം വെച്ചിട്ട് ദുനിയാവിൽ എന്തേ സംഭവിച്ചത്? 1 ഇഞ്ച് പോലും അനങ്ങിയില്ല. 1 ഇഞ്ച് പോലും അനങ്ങിയില്ല. ഒരു കല്യാണം നടക്കാതെ പോയില്ല, ഒരു സൽക്കാരം നടക്കാതെ പോയില്ല, ഒരു പുതിയ കെട്ടിടം എടവണ്ണയിൽ ഉയരാതെ പോയില്ല, ഒരു പന്ത് കളിയും മാറ്റിവെച്ചില്ല, ഒരു സ്ഥാപനവും പൂട്ടിയിട്ടില്ല. അവരുടെ മണ്ണിലടിയിലേക്ക് പോയപ്പോ മണ്ണിന്റെ മുകളിൽ ബാക്കിയെല്ലാം സുലഭമായി ഇന്നും നടക്കുന്നു. നമ്മൾ പോയാലും ഇത് തന്നെയേ സംഭവിക്കൂ. ഇത് ബോധ്യപ്പെടുത്താണല്ല, ഇത് നമ്മളെ കൊണ്ട് ബോധിപ്പിക്കാണ് പടച്ചോൻ. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് ഇസ്ലഹൂ ലിദുനിയാക്കും. വിശ്വാസികളെ, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കച്ചവടത്തിന്, നമ്മുടെ വരുമാനത്തിന് ഒക്കെ ദുനിയാവും നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചോളിൻ. അത് അല്ലാഹ് പറഞ്ഞു തന്നെയാണ്. പക്ഷേ വഅമലൂ ലി ആഖിറതിക്കും, അതിനിടയിൽ അവനവന്റെ പരലോകത്തെ കുറിച്ച് മറക്കണ്ട. അല്ലാഹു ആവർത്തിച്ചു പറയാൻ, ഫഅമൽ ലി ആഖിറതിക കഅന്നക തമൂതു ഗദൻ. പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ നാളെ മണ്ണിന്റെ അടിയിലേക്ക് പോകേണ്ടി വരും എന്ന ഉറപ്പിലാണ് അധ്വാനിക്കേണ്ടത്. സഹോദരങ്ങളെ, ഇത് അല്ലാഹു നമുക്ക് പറഞ്ഞു തരാൻ. ഞാൻ 2 അനുഭവങ്ങൾ പറയട്ടെ മനസ്സിൽ ബോധ്യപ്പെടാൻ വേണ്ടി. ഭർത്താവ് മരിച്ചൊരു സഹോദരി അറിയാം, വിധവയാണ്. ചെറിയ 2 പെൺകുട്ടികൾ മാത്രമേ ആ ഉമ്മാക്കുണ്ടായിരുന്നുള്ളൂ. ചെറിയ 2 കുട്ടികൾ എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്താണ് ഭർത്താവ് മരിച്ചു പോണത്. ചെറിയൊരു വീട്, അത് മാത്രം സമ്പാദ്യം. ഇന്നും മനസ്സിലിങ്ങനെ കാണാൻ ആ സഹോദരി, ആ ഉമ്മ ആ 2 കുട്ടികളെയും കൈപിടിച്ചിട്ട് ജമാഅത്തിന് പള്ളിക്ക് വരും. ആ മഹലിൽ നടക്കുന്ന എല്ലാ ക്ലാസ്സിനും കുട്ടികളെയും കൊണ്ടുവരും. പള്ളിയിൽ നടക്കുന്ന റമദാനോടനുബന്ധിച്ച് എന്തെങ്കിലും പള്ളി ക്ലീനിങ് ആക്കുന്ന ഭാഗം, സ്ത്രീകളുടെ ഭാഗം ക്ലീൻ ആക്കാൻ ആ ഉമ്മ വീട്ടിലെ സാധനങ്ങളായിട്ട് 2-3 സഹോദരിമാരെ കൂടെ വരും. ആ നാട്ടിൽ നടക്കുന്ന ഖുർആൻ ലേണിംഗ് ആകട്ടെ, ക്ലാസ് ആകട്ടെ, എന്ത് പരിപാടി ആകട്ടെ, ആദ്യം തന്നെ ഒന്ന് കസേര നിരത്താനും എല്ലാ സംഗതിക്കും എന്തെങ്കിലും. റമദാൻ മാസം വരുമ്പം ചെറിയൊരു മഹല്ലാണ്, ആ മഹല്ലിന് ചെറിയൊരു പിരിവ് ആളുകളേക്ക് പിരിക്കും. അതിന് ആ ഉമ്മ എന്ത് ചെയ്യുന്നറിയോ? 2 റെസിപ്റ്റ് വാങ്ങും കൽമറ്റിക്കാരെടുക്കലേക്കെന്ന്. എന്നിട്ട് പറയും, ഞാനൊന്ന് വീട്ടിൽ കൂടെ കയറാം, ആൾക്കാരോട് പറയാ എനിക്ക് പരലോകത്തേക്ക് എന്തെങ്കിലും വേണ്ടേ. സഹോദരങ്ങളെ, അവിടെയുള്ള ആ ചെറിയൊരു മഹല്ലിലെ എല്ലാ വീട്ടിലേക്കും റമദാനിൽ നോമ്പ് നോറ്റ് പള്ളിക്ക് വേണ്ടി, പള്ളിയുടെ ദഅവത്തിനും നടത്തിപ്പിനും വേണ്ടി, കളക്ഷന് വേണ്ടി ഇറങ്ങും. അത് പള്ളി കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കും. 1ാമത്തെ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. 2ാമത്തെ കുട്ടി +2 പഠിക്കാൻ. റോഡ് ക്രോസ് ചെയ്യുന്നിടയിൽ ലോറി കുത്തിയ ഉമ്മ മരിച്ചു. ആ മഹല്ലിൽ അന്നോളം കണ്ടതിലെ ഏറ്റവും വലിയ ജനാസ നമസ്കാരമായിരുന്നു ആ ഉമ്മാന്റെ. ആ ചെറിയ മഹല്ലിലെ ഏറ്റവും വലിയ ജനാസ നമസ്കാരം. ആളുകൾ വിതുമ്പിക്കരയാ. ഉമ്മയുടെ മരണശേഷം ആ കുട്ടിയോട്, ചെറിയ കുട്ടിയെ, വിവാഹിതയായ മൂത്ത കുട്ടി
സ്വന്തം കുടുംബത്തിലേക്ക് കൊണ്ടുപോയി ഭർത്താവിന്റെ അനുവാദത്തോടുകൂടി. ആ സഹോദരിയോട്, മകളോട് ഉമ്മാനെ കുറ്റി ചോദിച്ചപ്പം ആ മകൾ പറഞ്ഞ വാക്ക്, ബാപ്പിയും പോയല്ലിൻ്റെത് സങ്കരണ്ട്, പക്ഷെ എന്നാലും എനിക്ക് എന്റെ അമ്മാനെ പറ്റി ആലോചിക്കുമ്പോ സന്തോഷാണ്. ഉമ്മ ആകെ ഞങ്ങളോട് പറയാറുള്ളത്, കുറച്ചുള്ളു ദുനിയാവ്, ബാപ്പ പരലോകത്തുണ്ട്, നമ്മക്കൊക്കെ ബാപ്പാനെ പോയി കാണണം, അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചോളൂ മക്കളെ, ബാപ്പാനും ഇമ്മാനും കുടുംബസമേതം സ്വർഗത്തിൽ കാണാട്ടോ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചോണ്ട് ഉമ്മ ഇത്ര പെട്ടെന്ന് മരിച്ചുപോയി എന്നത് സങ്കടമാണെങ്കിലും ഉമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷമാണ്. നിങ്ങൾ ആലോചിച്ചു, വിധവയായ ഒരു സഹോദരി, പൈസല്ല, സ്വന്തമായിട്ടൊരു ചെറിയ വീട്, 2 യത്തീം മക്കളെ നോക്കി വളർത്തിയ ഒരു ഉമ്മ, എല്ലാ നന്മയിലും, ഈ പട്ടിണിക്കടയിലും ഈ കട്ടപ്പാടിനിടയിലും തന്റെ മക്കളെ നോക്കുന്നിടയിലും അവരെ പഠിപ്പിക്കുന്നിടയിലും അള്ളാഹുവിന്റെ ദീനിന്റെ എല്ലാ കാര്യത്തിലും മുന്നിൽ നടന്ന് ഒരു ദിവസം ഈ ദുനിയാവുന്ന് പോയി നാട്ടുകാർ മുഴുവൻ പ്രാർത്ഥിക്കുന്ന ആ ഉമ്മാക്ക് വേണ്ടി. രണ്ടാമത്തേത്, നമ്മളെ കുടുംബത്തിൽ ജനിച്ചു, കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകാൻ, സാധാരണ ബിസിനസ്, അത്യാവശ്യം വരുമാനമുണ്ട്, പുതിയൊരു ബിസിനസ് തുടങ്ങി. ആ സമയത്ത് തന്നെ സാമ്പത്തികമായി ക്രൈസിസ് വന്നു, നഷ്ടം പറ്റി, നഷ്ടം നികത്താൻ വേണ്ടി ഓടാൻ തുടങ്ങി. സ്വാഭാവികമാണ്, ചെയ്യണം. പക്ഷെ ആ ഓട്ടം അതിര് കടന്നു. പള്ളിക്ക് വരാൻ കഴിയാതെയായി, ജുമഅക്ക് വരാൻ കഴിയാതെയായി, ക്ലാസ്സിന് വരാൻ കഴിയാതെയായി, സ്വതക്ക കൊടുക്കാൻ വരാൻ കഴിയാതെയായി, ഒരു നന്മക്കും വരാൻ എത്തിപ്പെടാൻ കഴിയാതെയായി. ഞാന് ഇതിനു വേണ്ടി ഒന്ന് തർത്തീബാക്കട്ടെ, ഇതൊന്ന് റൂട്ടിലാക്കട്ടെ, ഇതൊന്ന് ശരിയാക്കട്ടെ. പള്ളിയുമായി നല്ല ബന്ധമുണ്ടായിരുന്നയാൾ മെല്ലെ മെല്ലെ പള്ളിയിൽ നിന്ന് അകം തുടങ്ങി. അങ്ങാടിയിൽ അവന് പറ്റിയ 4-5 ആൾക്കാരുടെ കൂടെ, മുതിർന്ന ബിസിനസ്സുകാരുടെ കൂടെ കഫയിൽ പോയി ചായ കുടിക്കുമ്പോൾ ബാങ്ക് കേൾക്കും. ആദ്യം എഴുന്നേറ്റ് പള്ളിയിൽ പോയ ആളായിരുന്നു. പിന്നെയോ നിസ്കരിച്ചാ മതിയല്ലോ, ഇൻഷാ അല്ലാഹ് അസർ വരെ നേരണ്ടല്ലോ, പറച്ചിൽ തുടങ്ങി. ആ മാറ്റം കുടുംബത്തെ ബാധിച്ചു. ഭാര്യയും കുട്ടിയും ദീനിൽ നിന്ന് അകന്നുപോയ ഭർത്താവിന്റെ വാപ്പാന്റെ ജീവിതം കണ്ട് അതുപോലെ ഫാഷനായി, മോഡലായി, ഒന്നിച്ച് ഊട്ടിയിലേക്കോ പുറത്തേക്കോ ഒരു യാത്ര പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് വണ്ടി പുറപ്പെട്ടു. അല്പസമയം കഴിഞ്ഞു, സ്വാഭാവികമായിട്ട് ഛർദിച്ചു. യാത്രയിലെ ഛർദിയാണ് എന്ന് കരുതി കുറച്ചു നേരം കൂടി കാത്തിരുന്നു. ആവർത്തിച്ച് ഛർദിച്ചു. ഡോക്ടർ അടുക്കലേക്ക് കൊണ്ടുപോയി. ആ കൊണ്ടുപോയതേ ഓർമ്മയുള്ളൂ. 1.5 ആഴ്ച കഴിഞ്ഞ് വെന്റിലേറ്ററിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് മരണപ്പെട്ടു പോയൊരു ബാപ്പ. സഹോദരങ്ങളെ, ഇന്നും ഞാൻ ആലോചിക്കാൻ, അദ്ദേഹത്തിന്റെ കൂട്ടുകാർ അദ്ദേഹത്തിന്റെ മരണസമയത്ത് നിസ്കാരത്തിന് ശേഷം പറഞ്ഞത്, എത്ര നല്ലൊരു മനുഷ്യനേനും പടച്ചോനെ, അവസാനം എങ്ങനെയായല്ലോ, നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, 2 മരണം. ഒന്ന്, ആരുമില്ല എന്ന് പറഞ്ഞ പാവം ഒരു സ്ത്രീ. ആ സ്ത്രീക്ക് വേണ്ടി നമ്മൾ ഈ ജുമഅയിൽ പോലും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ ജനിച്ച് എല്ലാ അനുഗ്രഹം കൊണ്ട് ജീവിച്ച് അവസാനം ചെറിയൊരു കച്ചവടത്തിൽ നഷ്ടം പറ്റിയപ്പോഴേക്കും എല്ലാ കാര്യവും ഉപേക്ഷിച്ച് ദുനിയാവിന് വേണ്ടി ഓടി. അതിനിടയിൽ ഈ ദുനിയാവ് വിട്ടുപോയൊരു മനുഷ്യൻ. സ്വർഗവും നരകവും നമ്മളല്ല തീരുമാനിക്കുന്നത്, പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നീറ്റലുണ്ട്. എന്താ നീറ്റലറിയോ? ആർക്കാണ് നഷ്ടപ്പെട്ടത്? ആർക്കാ പോയത്? കൂട്ടരെ, ആർക്കാ പോയത്? അദ്ദേഹം ഉണ്ടാക്കിയ കെട്ടിടം ഇവിടെ ബാക്കിയില്ലേ? മക്കളത് കൊണ്ടെടുക്കൂലേ? അവനാന്റെ മകളെ കെട്ടിയ മരുമകനത് ഏറ്റെടുക്കൂലേ? ഇതിനു വേണ്ടി പെടാപാട് പെട്ട് ഓടി നിസ്കാരം ദീനൊക്കെ ഒഴിവാക്കി ഒരു പൈസയും ചെലവഴിക്കാൻ നേരല്ലാതെ ഓടിയ ആളിപ്പ അവിടെ മണ്ണിന്റെ അടിയിൽ സുഖായിട്ടിരിക്കാൻ നേരണ്ട്, കിടക്കാൻ നേരണ്ട്, ചൊല്ലാൻ നേരണ്ട്, ഓതാൻ നേരണ്ട്, നിസ്കരിക്കാൻ നേരണ്ട്. അല്ലാഹ് സമ്മതിക്കൂല. എത്ര കാലം? ഒരു തുള്ളി വെള്ളമാണ് ദുനിയാവ്, ഒരു സമുദ്രമാണ് പരലോകം. അത്രയും കടക്കണ്ട ഇവിടെയും പരലോകത്തും, ഞാനും നിങ്ങളും. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം, ഇത് നമ്മുടെ ബോധ്യത്തിൽ ഉണ്ടാകണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ടാണ് വിശ്വാസികളായ നമ്മളോട് പറഞ്ഞത്, വിശ്വാസികളെ, നമ്മൾ അള്ളാഹുവിന്റെ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കണം എന്ന് അള്ളാഹു പറയുന്ന കൂടുതൽ ഓർമ്മിപ്പിക്കാൻ. നോക്കി നിങ്ങൾ, ഓരോ നിസ്കാരത്തിന്റെ സമയത്തും നമ്മളിങ്ങനെ കൈ കെട്ടി നിസ്കരിക്കുമ്പോൾ ധൃതിപ്പെട്ട് നിസ്കരിക്കാതിരിക്കട്ടെ, എത്ര ധൃതിപ്പെട്ട് നിസ്കരിക്കുമ്പോഴും അള്ളാഹ് ഓർപ്പിക്കാൻ, മാലിക് യൗമിദ്ദീൻ, മുഹമ്മദേ, ബഷീറെ, അബ്ദുറഹ്മാനെ, അബ്ദുൽ ഖാദറെ, ബിസിനസ്സുകാരനാണ്, അധ്യാപകനാണ്, കടള്ളോനാണ്, പൈസള്ളോനാണ്, വണ്ടിള്ളോനാണ്. മാലിക് യൗമിദ്ദീൻ, എടാ ഓടുന്നീന്റെ ഇടക്ക് അള്ളാലേക്ക് തിരിച്ചു പോകുന്ന ഒരു ദിവസത്തെ പറ്റി ഓർത്തോണ്ടിട്ടോ, അതിനനുസരിച്ച് നിസ്കരിച്ചട്ടോ. ധൃതിപ്പെട്ട് നമ്മൾ നിസ്കരിക്കുമ്പോഴും അള്ളാഹ് നമ്മളോട് പറയാൻ, മാലിക് യൗമിദ്ദീൻ, ഓർമ്മണ്ടാനട്ടോ.
ഹയ്യ അലൽ ഫലാഹ്, ഓരോ ദിവസം വിളിക്കാൻ, നമ്മളെ വിളിക്കാൻ. ഹയ്യ അലൽ ഫലാഹ്, എടാ യഥാർത്ഥ വിജയത്തിൽ മറക്കരുതിട്ടോ, വരണട്ടോ, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കണട്ടോ. കച്ചവടം കഴിഞ്ഞിട്ട്, വീട് കൂടൽ കഴിഞ്ഞിട്ട്, കല്യാണം കഴിഞ്ഞിട്ട്, ജോലി കഴിഞ്ഞിട്ട്, രാഷ്ട്രീയം കഴിഞ്ഞിട്ട് ദീനിന് വേണ്ടി അധ്വാനിക്കാൻ നേരണ്ടാവില്ലട്ടോ. ഹയ്യ അലൽ ഫലാഹ്, അള്ളാഹ് നമ്മളെ വിളിക്കാ കൂട്ടരെ, പടച്ചോൻ വിളിക്കാൻ, നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ. അല്ലാഹു പടച്ചോനെ, ഇനി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഓരോ അത്തയത്തിൽ പ്രാർത്ഥിക്കുക, പടച്ചോനെ ഖബർ ശിക്ഷയിന്ന്, മസീഹിദ് ദജ്ജാലിന്റെ ശിക്ഷയിന്ന്, അതിൽ നിന്ന് പ്രയാസത്തുനിന്ന്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും ബുദ്ധിമുട്ടുന്ന് അല്ലാഹുവേ കാത്തുരക്ഷിക്കണമേ. ഖബർ നമ്മൾ അല്ലാഹ് ഓർമ്മിപ്പിക്കാൻ, നമ്മുടെ നാവ് കൊണ്ട് ഓർമ്മിപ്പിക്കാൻ. തിരക്കിനിടയിൽ മറക്കരുതിട്ടോ, കടത്തിനിടയിൽ മറക്കരുതിട്ടോ, വാടക വീടിന്റെ ഇടയിൽ മറക്കരുതിട്ടോ, രാഷ്ട്രീയത്തിന്റെ ഇടയിൽ മറക്കരുതിട്ടോ, പൈസ കൂടുമ്പോ മറക്കരുതിട്ടോ, വണ്ടി ഉണ്ടാവുമ്പോ മറക്കരുതിട്ടോ. നമ്മളെ കൊണ്ട് അല്ലാഹ് പറയിപ്പിക്കുക കൂട്ടരെ. എന്തിനറിയോ? പിഴക്കാതെക്കാൻ, ബോധത്തുനിന്ന് മാറാതെക്കാൻ. ആവർത്തിച്ചു പറയാൻ പരിശുദ്ധ ഖുർആനിൽ സുപരിചിതമായി നമ്മൾക്കറിയുന്നൊരായത്തിൽ, എല്ലാവർക്കും അറിയുന്ന ആയത്തില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണം. അടുത്ത വാക്ക് നമ്മൾ സ്ഥിരം കേൾക്കണം കേട്ടോ, പക്ഷെ അതിൽ അല്ലാഹ് വെച്ചൊരു മനോഹരമായ പ്രയോഗമുണ്ട്. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഓരോരുത്തരും, ഞാൻ എന്നെ കുറിച്ച്, എന്റെ ഭാര്യ അവളെ കുറിച്ച്, എന്റെ 3 മക്കൾ അവരെ കുറിച്ച്, ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എന്റെ പ്രിയപ്പെട്ട മഹൽവാസികൾ, നമ്മൾ ഓരോരുത്തരും നമ്മളെ വാപ്പാനെ എമ്മാനെ ബാക്കിയുള്ളവരെ കുറിച്ചല്ല, അവനവനെ കുറിച്ച്. നമ്മൾ മണ്ണിനടിയിലേക്ക് പോയാൽ അല്ലാഹു ചോദിക്കുന്ന അള്ളാഹിനെ പറ്റിയും പ്രവാചകനെ പറ്റിയും ഖുർആനെ പറ്റിയും ദീനിനെ പറ്റിയുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തിപരമായിട്ട് ആലോചിക്കണം. അല്ലാഹ് പറയാൻ അടുത്ത വാക്കെന്തറിയോ? വത്തഖുല്ലാഹ്, ഒന്നും കൂടി അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് പറയട്ടോ. എന്തേ കാരണം? ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലേ ഇത് പറഞ്ഞുതരുള്ളൂ, എന്തറിയോ? അബ്ദുറഹ്മാനെ, അന്റെ പരലോകജ് നോക്കിക്കോന്ന് അല്ലേ പറഞ്ഞുതരുള്ളൂ. ഭാര്യ പറയില്ല, ഭാര്യ നമ്മോട് പറഞ്ഞില്ല. അപൂർവം 10% ഭാര്യമാരെ പറയുള്ളൂ. ഇക്കാക്ക, ഇന്ത്യൻ കുട്ടിയാളും കാര്യം നോക്കണീന്റെ ഇടയ്ക്ക് നിങ്ങള് അഖീഖത്തിന് നിങ്ങൾ ഉളുഹിയത്തിന് ചേരാൻ മറക്കരുതിട്ടോ. പള്ളിക്ക് കൊടുക്കേണ്ട പൈസ നിങ്ങൾ കൊടുക്കാൻ മറക്കരുതിട്ടോ. ഞങ്ങളെ നോക്കാൻ വേണ്ടി നിങ്ങൾ ഹറാമായ പലിശയായിട്ട് ബന്ധപ്പെടരുതിട്ടോ. എത്ര ഭാര്യമാർ നമ്മോട് പറഞ്ഞിട്ടുണ്ടാവും? അല്ലാഹ് ചോദിക്കാൻ, മഹ്മൂദേ, എത്ര ഭാര്യമാര് പറഞ്ഞിട്ടുണ്ടാവും? ഭാര്യമാരുടെ അല്ലാഹ് വരാൻ, ഭാര്യമാരെ അവനാന്റെ പരലോകത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് അവനാൻ ആലോചിച്ചിട്ടോ. ഭർത്താക്കന്മാരാരും പറയല, എടി ഇന്നിയും കുട്ടിയാളെയും നോക്കണിന്റെ ഇടയ്ക്ക് എന്റെ ജുമയും ജമാഅത്തും ഖുർആനോത്തും നഷ്ടപ്പെടാതെ നോക്കണട്ടോ, എന്റെ പരലോകം നോക്കിക്കിട്ടോ എന്ന് എത്ര ഭർത്താക്കന്മാര് പറയൂല. നമ്മൾ ആരെങ്കിലും നമ്മളെ മക്കളോട് ഗൾഫ് കുളിച്ചിട്ടോ നാട്ടിൽ കുളിച്ചിട്ടോ, എടാ എന്റെ 1ാമത്തെ ശമ്പളം കിട്ടുമ്പോഴേ പള്ളിക്കൊക്കെ നമ്മ കുറച്ചു കാലത്ത് കൊടുക്കണട്ടോ, എന്റെ കുട്ടി സക്കാത്ത് മറക്കരുതിട്ടോ, നമ്മുടെ നാട്ടിൽ പുതിയൊരു പള്ളി വരുന്നുണ്ട്, അതിനെന്തെങ്കിലും എന്റെ കുട്ടി കൊടുക്കണട്ടോ. എടാ, ആരൊക്കെ പൈസ അനർഹമായി സമ്പാദിച്ചാലും എന്റെ കുട്ടി സമ്പാദിക്കരുതിട്ടോ. പരലോകത്തെ കുറിച്ച് ബാപ്പ ഉമ്മാനോടോ ഉമ്മ വാപ്പാനോടോ മക്കള് മാതാപിതാക്കളോടോ ഭാര്യ ഭർത്താവിനോടോ പറയൂല, 10% ആളുകൾ ഒഴികെ. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് അവനാൻ ആലോചിച്ചോ. ആരും അങ്ങോട്ടും ആലോചിക്കാൻ ഉണ്ടാവൂല, അവനാൻ ആലോചിച്ചോ. ഇത് നമ്മുടെ മനസ്സിലുണ്ടാണ്. ആത്യന്തികമായിട്ട് പറയാൻ, ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിൽ ഇത് 100% ഉറച്ചു നിൽക്കണം. ഇപ്പോ നമ്മൾ മണ്ണിന്റെ മുകളിലാണ്, മണ്ണിന്റെ അടിക്ക് ഇപ്പൊ എത്തും. ഇപ്പോൾ ഉള്ളവർ അനുഭവിക്കുന്ന അതേ ചോദ്യവും അതേ അനുഭവം തന്നെയായിരിക്കും നമുക്കുണ്ടാകുക. അവരോട് അല്ലാഹ് ചോദിച്ചത്, എടവണ്ണങ്ങാടി കൂടെ പെരക്കം പാഞ്ഞ് നടന്നില്ലേ നല്ല കബറത്തെ ചോദ്യം അല്ല. എടാ, ആ ഓടിന്റെ ഇടയ്ക്ക് നിസ്കരിക്കാൻ കയറിനോന്നാ ചോദ്യം. അതിന് ഉത്തരം ഇപ്പൊ കാണണം. അസുഖം വരുന്നതിന്റെ മുന്നേ കാണണം, ബ്ലഡ് പോരുന്നതിന്റെ മുന്നേ കാണണം, വെന്റിലേറ്ററിൽ എത്തുന്നതിന്റെ മുന്നേ കാണണം, തറയിൽ തലയടിച്ച് വീടിന്റെ മുന്നേ നമ്മൾ കാണണം. അതിന് അല്ലാഹു തന്ന ആയുസാൻ. അശ്രദ്ധമായാൽ ഗൗരവ ഖുർആന്റെ ഒരൊറ്റായത്ത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, പരലോകത്തെ അല്ലാഹു ഇങ്ങനെ നമ്മളെ കൊണ്ടുവരുന്ന സമയത്ത് അല്ലാഹുവിന്റെ വാക്ക്, വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. നമ്മളങ്ങനെ കൊണ്ടുവരുമ്പം അല്ലാഹു മലക്കുണ്ടാവും, നമ്മുടെ കൂടെ ഒരു സാക്ഷി ഉണ്ടാവും. നമ്മളെ കൂടെ മലക്കുണ്ടാവും, സാക്ഷി ഉണ്ടാവും. എന്നിട്ട് അല്ലാഹുവിന്റെ വാക്കാട്ടോ,
ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദാ. അല്ലാഹു നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നിന്ന് മറങ്ങനെ നീക്കും, അങ്ങനെ നീക്കും. എന്നിട്ട് പറയും ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. എടാ, എത്ര ആയത്തും ഹദീസും പ്രസംഗവും കേട്ടു, ദുനിയാവും പരലോകവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു കേട്ടു, എത്ര ആൾക്കാരുടെ മരണം ഈ കണ്ടു, എത്ര ആൾക്കാരുടെ മരണം വെച്ചാണ്ട് നീ പറഞ്ഞു ഇതുപോലെ നമുക്കുണ്ടാവും. എന്നിട്ടും അവനവന്റെ പരലോകത്തിനെ കുറിച്ച് ആലോചിക്കാൻ കുറച്ച് നേരം ഉണ്ടാക്കി വരാൻ നീ ശ്രദ്ധിച്ചില്ലല്ലോ. ഇതിനെപ്പറ്റി മാത്രം നിനക്ക് അശ്രദ്ധയായിരുന്നു, ബാക്കി എല്ലാത്തിനെ പറ്റി എനിക്ക് വിവരണ്ടേന്, എല്ലാ കാര്യത്തിനും. അതുകൊണ്ട് ഫബസറുകൽ യൗമ ഹദീദ്, ഇന്ന് ഈ ശരിക്ക് കാണും. നമ്മോട് പറയാൻ ഇന്ന് ഈ അനുഭവിക്കും, കാണും എന്താണ് പരലോകം, എന്താണ് വിചാരണ, എന്തുമായിട്ടാണ് മരിക്കേണ്ടിയിരുന്നത്, എന്തുമായിട്ടാണ് ഈ ദുനിയാവിന്ന് പോകേണ്ടിയിരുന്നത്, എന്തിനു വേണ്ടിയായിരുന്നു ആയുസ് ചെലവഴിക്കേണ്ടിയിരുന്നത്, എന്ത് ന്യായമാണ് അല്ലാണ്ട് പറയാനുണ്ടായിരുന്നത് എന്ന് ഇപ്പൊ മനസ്സിലാവും നമുക്ക്. അല്ല പറയാൻ ശരിക്കും അല്ല ബോധിപ്പിക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഞാനും നിങ്ങളും അള്ളാഹു തന്ന കുറച്ചു കാലം നമ്മുടെ കുടുംബവും നമ്മുടെ നാടും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിനിടയിൽ അവനവന്റെ പരലോകത്തെ കുറിച്ച് മറക്കരുത്, അവനവന്റെ ഇബാദത്തിനെ കുറിച്ച് മറക്കരുത്, അവനവന്റെ ഖബറിലെ ചോദ്യത്തിന് വേണ്ടിയുള്ള ഉത്തരങ്ങൾ ജീവിതം കൊണ്ട് തയ്യാറാക്കാൻ ഉമ്മമാരെ, സഹോദരങ്ങളെ മറക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പരലോക ബോധ്യത്തെക്കുറിച്ച് നമ്മൾക്ക് കേൾക്കുമ്പോഴും ഖുർആനിലൊരായത്ത് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. അത് ഇപ്രകാരമാണ്: ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. നമ്മൾ ഇത്ര പ്രസംഗങ്ങൾ കേട്ടാലും ആയത്ത് കേട്ടാലും ബോധ്യപ്പെട്ടാലും രണ്ട് ശത്രുക്കളെ നമ്മൾ ഈ വിഷയത്തിൽ കരുതിയിരിക്കണം, ശത്രുവായിട്ട് തന്നെ കാണണം. ഒന്ന്, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവ് നമ്മളെ വഞ്ചിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്താന്ന് പറയാം. രണ്ട്, വലാ യഗുറന്നകും ബില്ലാഹിൽ ഖുറൂർ, പരമവഞ്ചകനായ ശൈത്വാനും നമ്മളെ വഞ്ചിക്കണില്ല എന്ന് ഉറപ്പുവരുത്തണം. രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ദുനിയാവ് നമ്മളെ പറ്റിക്കരുത് എന്ന് നമുക്ക് ഷാഠ്യം ഉണ്ടാകണം. രണ്ട്, ശൈത്താൻ നമ്മളെ വഞ്ചിക്കരുത് എന്നുള്ള ഷാഠ്യം ഉണ്ടാകണം. എന്താ ദുനിയാവ് പറ്റിക്കാറിനാൽ? ദുനിയാവ് പറ്റിക്കാറിനാ ദുനിയാവ്, എടാ ഇത് ദുനിയാവത്തെ കാര്യം ഫുള്ളാക്കണം കേട്ടോ, ദുനിയാവത്തെ കാര്യം ശരിയാക്കണം കേട്ടോ, എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്താ നോക്കണം പോലെ, ദുനിയാവിന്റെ എല്ലാ കാര്യവും ശരിയാക്കാതെ പോയാൽ അത് തറവാടിനെ മോശമാവട്ടോ. ഇതിങ്ങനെ ദുനിയാവ് പറയും. അപ്പൊ നമ്മളെ ശ്രദ്ധ ഇമ്മക്ക് ഇങ്ങനെ പോവും, സ്വാഭാവികമായിട്ട് ദീന് ബാക്ക് ഇങ്ങനെ വരും. രണ്ടെന്താ അറിയോ? ഷെയ്ത്താൻ. ഷെയ്ത്താൻ എന്താ പറയുക നിങ്ങളെ? ഷെയ്ത്താൻ, എടാ പരലോകത്തിന് അധ്വാനിക്കാൻ നേരം ഉണ്ടാകൂടാ, സമയം ഉണ്ടാകൂടാ, റമളാനൊക്കെ വരുന്നില്ലേ, ഉംറക്കൊക്കെ പോയി അവിടുന്ന് മുതൽ ശരിയാകടാ, ഹജ്ജ് മുതൽ ശരിയാകടാ, ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഇതിങ്ങനെ പോട്ടെ. ഈ രണ്ട് കാര്യം മൈൻഡിലുണ്ടോ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതം താഴത്തേക്ക് പോവുകയാണ്. ഒന്ന്, ദുനിയാവ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടണില്ല, അത് ശരിയാവും ഇൻഷാ അല്ലാഹ്, അതിനുവേണ്ടി അധ്വാനിക്കണം. പക്ഷെ അത് കംപ്ലീറ്റ് ആയാലേ സമാധാനം ഇല്ല, അത് ശൈത്താൻ തോന്നിപ്പിക്കണാണ്. രണ്ട്, ദുനിയാവ് തോന്നിപ്പിക്കണം. രണ്ട്, ശൈത്താൻ നേരണ്ടാകും. ഞാൻ ചോദിക്കാം, മനസ്സിലാകാൻ വേണ്ടി ചോദിക്കട്ടോ, നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ചോദിക്കണം. പള്ളിക്കൊക്കെ സ്ഥിരമായിട്ട് വന്നിരുന്ന ഞാനടക്കമുള്ള ഒന്ന് രണ്ട് ആൾക്കാർ കരുതുക, ഞാനടക്കമുള്ള, എടാ ഈ ഇപ്പൊ പള്ളിക്കൊക്കെ എന്തെങ്ങനെ കാണാത്ത മൗലവി, ചെറിയൊരു തിരക്കാണ്, കുറച്ചൊരു തിരക്കിലുണ്ട്, അതിന് മാറി ഇൻഷാ അല്ലാഹ് അപ്പം വരും. ഞാൻ ഇപ്പൊ ചെറിയൊരു തിരക്കിലാണ്, അതിങ്ങനെ കുറച്ച് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഗൂഡല്ലൂർ പോകുന്നുണ്ട്, മൈസൂർ പോകുന്നുണ്ട്, മഞ്ചേരി പുതിയൊന്ന് ഷോപ്പ് തുടങ്ങിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു തിരക്കാണ്, അത് മാറിയാ വരും. സോളെ, ആ തിരക്കിനിടയിൽ ശരിക്കും നമ്മൾ കേൾക്കണം, ആ തിരക്കിനിടയിൽ നമ്മുടെ യാത്ര മുടങ്ങുന്നുണ്ടോ? ഇല്ല. കച്ചവടം മുടങ്ങുന്നുണ്ടോ? ഇല്ല. നമ്മളെ കുടുംബത്തിൻ്റെ ഒപ്പമുള്ള യാത്ര മുടങ്ങുന്നുണ്ടോ? ഇല്ല. ഒന്നും മുടങ്ങണില്ല. അഥവാ മണ്ണിന്റെ മുകളിലുള്ള ഒന്നും മുടങ്ങണില്ല. എന്നാ മുടങ്ങണത് ഏതാ? ജമാഅത്ത്, ജുമുഅ, ക്ലാസ്, ദീന്. മണ്ണിന്റെ താഴത്തേക്ക് അള്ളാഹ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ ഒക്കെ മുടങ്ങി. തിരക്ക് കാരണം ആകെ ഒറ്റ വിഷയത്തിലെ സമയം നമുക്ക് തിരക്കുള്ളൂ, ദീന് മാത്രം. ദുനിയാവ് ഒന്നും മുടങ്ങൂല. നോക്കിക്കോളി, നമ്മളെ പറ്റി ആലോചിച്ചോളി.
ഉമ്മ നിങ്ങൾ എന്തേ ജുമഴക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ ക്ലാസ്സിൽ നിന്ന് വരാത്ത? പേരക്കുട്ടി ഉണ്ടായി, ഇപ്പൊ കുടിയിൽ ആകെ ഇങ്ങനെ തിരക്കാണ്, അതുകൊണ്ടാണ് വരാൻ പൂതിണ്ടായിട്ട് മൗലവി. ഉമ്മ നിങ്ങളെ കല്യാണം പേരക്കുട്ടി കാരണം, പേരക്കുട്ടി ഉണ്ടായി അതുകൊണ്ട് ഞാൻ എൻ്റെ അഞ്ചത്തിന്റെ അടുത്ത കല്യാണത്തിന് പോണില്ല എന്ന് ഏതെങ്കിലും ഉമ്മ ദുനിയാവിൽ പറഞ്ഞിക്കണോ? ഇല്ല. തൊട്ട് 4 വീട് അപ്പുറത്തുള്ള സൽക്കാരം പേരക്കുട്ടി ഉണ്ടായതുകൊണ്ട് പോണില്ല എന്ന് പറഞ്ഞിക്കണോ? ഇല്ല. പേരക്കുട്ടി ഉണ്ടായതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഫംഗ്ഷൻ ഒഴിവാക്കണോ? ഇല്ല. ഒഴിവാക്കിയത് ഏത് മാത്രം? മണ്ണിന്റെ അടിയിൽ കൊണ്ടുകൊണ്ട് ഖുർആൻ ലേണിംഗ്, ജുമാ ഖുതുബ, ക്ലാസ്. ഏതാ പോകുന്നത് മുഴുവൻ? ദുനിയാവിൽ ബാക്കിയാക്കേണ്ട കല്യാണം, സൽക്കാരം, ബാക്കി കൊണ്ടോല്, പ്രസവത്തിന് കൊണ്ടോല്, കൂട്ടിക്കൊണ്ടല്, ഇതൊക്കെ പോകുന്നുണ്ട്. ഇത് നമ്മളെ ശൈത്താൻ വഞ്ചിക്കണിന്റെ അടയാളാണ്. വഞ്ചിക്കേണ്ട അടയാളം. ദീനിന്റെ കാര്യത്തിന് നമ്മളോട് പൈസ വയ്ക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ ഇപ്പൊ കുറച്ച് ടൈറ്റാണ് മൗലവി, അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ടൈറ്റും വെറുതെ ഇങ്ങനെ ഹെഡിങ് എഴുതുക. ടൈറ്റ്. വീട്ടിലത്തെ ബ്രോസ്റ്റ് കുറഞ്ഞോ? ഇല്ല. ഫോൺ ബില്ല് കുറഞ്ഞോ? കേബിളിൻ്റെത് കുറഞ്ഞോ? പത്രം വരുത്തിന് നിർത്തിയോ? ഇല്ല. ടൂറ് പോണ നിർത്തിയോ? ഇല്ല. ഏത് മാത്രം നിർത്തി? സ്വതക്ക, പള്ളി, സ്വർഗം. ടൈറ്റ്, തിരക്ക്, പേരക്കുട്ടി, ഒഴിവില്ല, ഒക്കെ മണ്ണിന്റെ അടിക്ക് മാത്രമുള്ളത് ടൈറ്റാണുള്ളൂ. മണ്ണിന്റെ മുകളിലുള്ളത് മുഴുവൻ വഞ്ചനയിൽ ശൈത്താൻ നമ്മളെ പെടുത്തിയേക്കാണ്. എന്നിട്ട് നമ്മളെ മനസ്സിൽ ശൈത്താൻ ഉണ്ടാക്കിയെന്ന് പറയും, എന്നാലും ഞാൻ പിന്നെയും ചെയ്യണ്ടല്ലോ. നിങ്ങൾ ഇത് നിരാശപ്പെടുത്താനല്ല. അള്ളാഹുവിന്റെ റസൂല് ഇതുകൊണ്ടാണ് സമുദ്രത്തിലെ വെള്ളം എടുത്തിട്ട് പറഞ്ഞു, എടാ ഇതുമ്മ കെട്ടിമറിയരുത്, അവിടെ കിടക്കുന്ന സമുദ്രം അള്ളാഹു ഒരുക്കിയ സുന്ദരമായ സ്വർഗം നമ്മളെ കാത്തുക്കുണ്ട്. മരിച്ചുപോയവരെ പറ്റി ഓർക്കുക, അവരെ പോലെ നമ്മളും പോകുന്ന ആലോചിക്കുക. അവിടുത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഈ ദുനിയാവെന്ന് പോയാൽ അതിനേക്കാളും വലിയ നഷ്ടകാരികൾ ആരുമില്ല എന്ന് മനസ്സിലാക്കുക. ദീൻ സജീവമാക്കുക. എന്റെയും നിങ്ങളുടെയും കുടുംബജീവിതത്തിൽ പള്ളിയും ക്ലാസും ജുമാ ഖുതുബയും ഇസ്ലാമികമായ ഖുർആൻ പാരായണങ്ങളും സ്വതക്കയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർദ്ധിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഫലസ്തീൻ അടക്കമുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിച്ചവർ എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മുഴുവൻ പാപങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ.